ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കാട്ടാളൻ എന്ന് പറഞ്ഞിടത്തിൽ രാജിത് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ഷോൺ ജോയ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ആൻസൺ പോൾ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ടൈറ്റിൽ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഐലൻഡ് ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ചെയ്യാൻ പോകണമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജുമാനെ ഷെരീഫ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ മാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള വടിവേലും ഫഹദ് ഫാസിലും അഭിനയിക്കുന്നതാണ്. അവിടത്തെ ട്രെയിലർ ഇന്ന് 5/4 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞിടത്തിന്റെ 5 days to go പോസ്റ്റ് വന്നു. പിന്നെ മോഹൻലാലിന്റെ 2 പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആളുടെ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള റീ റിലീസിന് വരും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്നാ വരികയെന്നുള്ള അറിയത്തില്ല. പിന്നെ ആളുടെ അടുത്തായിട്ട് റിലീസിനെത്താൻ പോകുന്നതോടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. സംഗീത പ്രതാപും കൂടിയിട്ടുള്ളൊരു പോസ്റ്ററാണ്. നല്ല പോസ്റ്ററായിട്ട് തന്നെ തോന്നിയത്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞ ഇടത്തിലത്തെ പപ്പു എന്ന് പറഞ്ഞ ആളുടെ പേര് ആകാശ് അല്ലെങ്കിൽ എ കാശ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷൈനിക അഭിനയിക്കുന്ന ബൾട്ടി എന്ന് പറഞ്ഞ ഇടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ക്ലിംസ് ആയിട്ടൊരു സംഭവം തന്നെ വന്നിട്ടുള്ളത്. അൽഫോൺസ് പുത്രൻ്റെ പേര് സോഡ ബാബു എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് എന്തായാലും ക്ലിംസിൽ ആൾ ഒരു വേറെ ലെവൽ സംഭവമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശ്രീഗോകുലം മൂവീസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എം മോഹനനാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അഭിലാഷ് പിള്ളയാണ് കഥ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും എങ്ങനെ ഉണ്ടാവും നോക്കി വെക്കാം. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിന്റെ 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിടത്തിന്റെ ഓഡിയോ ജോക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞിടത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മെട്രോ എന്ന് പറഞ്ഞോടം 9 ദിവസം കൊണ്ട് 36.76 കോടിയാണ് നേടിയിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിടത്തിന്റെ ആന്ധ്രാപ്രദേശത്തെ തെലങ്കാനത്തെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഗീത ആർട്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞിടത്തെ കാതൽ എറ്റിപ്പാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞിടത്തിന്റെ ബിഹൈൻഡ് ദ സീനൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാലിക് എന്ന് പറഞ്ഞിടം ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 9.47 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ജൂലൈ 31 തന്നെയുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലോ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും USL 23 പ്രീമിയർ എടുക്കുന്നുണ്ട് ജൂലൈ 23. പിന്നെ ഡോൺ 3 രൺവീർ സിംഗ് അഭിനയിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം ഷാരൂഖ് ഖാൻ അതിൽ കണ്ടിട്ട് എനിക്ക് ആളിനെ തന്നെയാണ് പറ്റുന്നുള്ളൂ. എന്തായാലും ഈ പടത്തിൽ ഷാരൂഖ് ഖാൻ ഒരു ക്യാമിയോ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഡോൺ 1ലും 2ലും ആൾ കിടലായിട്ട് ചെയ്തിച്ചാണ്. എന്തായാലും അത് കൂടാതെ പ്രിയങ്ക ചോപ്രയും ഒരു ക്യാമിയോ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലോട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നി. റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10ൽ 6 ഒക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിട്ട് മോഹൻലാൽ വിഷ് ചെയ്തുകൊണ്ടൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ആളുടെ വരാനുള്ള പടം എന്ന് പറയുന്നത് ഡൈസ് ഇറേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രാഹുൽ സദാശിവം എടുക്കുന്ന പടം. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അനുഷ്ക ശെട്ടി മെയിൻ കഥാപാത്രമായിരുന്ന പടം റിലീസ് ഡേറ്റ് മാറ്റിച്ചായിരുന്നു. അപ്പോൾ അത് ഇനി സെപ്റ്റംബർ 5 ആയിരിക്കും വരിക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ പടത്തിന്റെ റിലീസ് ഇതുവരെയായിട്ട് അറിയിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സിന്റെ ഡീല് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലോസ് ആയിട്ടില്ല. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഫൈനലൈസ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ റിലീസും സെപ്റ്റംബർ 5 കേൾക്കുന്നത്. പിന്നെ ഇതേ കോൾഹിം മോജി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ആന്ധ്രാപ്രദേശിലത്തെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് 80 കോടിക്കാന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വലിയ തുകക്കാനാണ് വിറ്റ് പോയിട്ടുള്ളത്. ഗംഭീരമായി വരുന്നു പ്രതീക്ഷിക്കാം. ആളുടെ പ്രതീക്ഷയുള്ള പടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നിരുന്നു. അത് ക്ലിയർ ചെയ്തിട്ടാണ് V എന്ന് ചേർത്തിട്ടുള്ളത് പടത്തിന്റെ പേരിൽ. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ജൂലൈ 17 എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. യുബാരെ സെറ്റായിട്ടാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഈ ആഴ്ചയിൽ വരുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. അതേമാതിരി ഇതിന്റെ സെക്കൻഡ് ഹാഫിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗംഭീരമായി വരട്ടെ. പിന്നെ അമീർ ഖാന്റെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് മഹാഭാരത എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ ഈ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേൾക്കുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ ബ്രേക്ക് വേണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പടം വിജയിക്കണം എന്നുണ്ടെങ്കിൽ 600 കോടി നേടുന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും അത് സിമ്പിളായിട്ട് നേടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലോകേഷ് രജനീകാന്ത് പടം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈപ്പ് ഉണ്ട്. ലോകേഷ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് അവിടെ. എന്തായാലും പടം ഗംഭീരമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ MMN പാട്രിയോട്ട് എന്നാണ് പടത്തിന്റെ പേര്. എന്തായാലും അതിലത്തെ മോഹൻലാലിന്റെ ഷൂട്ട് ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. അതിന്റെ ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഇനി അടുത്തായിട്ട് മോഹൻലാൽ ബബ്ബ എന്ന് പറഞ്ഞതിന്റെ ഷൂട്ടിലായിരിക്കും ജോയിൻ ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. കാരണം അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ പിള്ളേക്ക് നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.